ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഇച്ചിരി കിച്ചൺ പരിപാടിയൊക്കെ ആയിട്ടാണ്. ഇന്ന് ഓഫ് ആയതുകൊണ്ട് കുറച്ച് ഫുഡ് എല്ലാം ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് സാമ്പാർ ഉണ്ടാക്കണം, പിന്നെ മീൻ വറക്കണം. ഇതൊക്കെയാണ് ഇന്ന് ചെയ്ത് തീർക്കേണ്ട പരിപാടികൾ. അപ്പോൾ വേഗം നമുക്ക് പണി തുടങ്ങാം. വെളുത്തുള്ളിയൊക്കെ തൊണ്ട് പൊളിച്ച് തൊണ്ട് പൊളിച്ച് അരിഞ്ഞെടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുത്താൽ പകുതി പണി കഴിഞ്ഞു. പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഇഞ്ചിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് ചൂടാക്കാം. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇച്ചിരി സാമ്പാർ പൊടിയും കൂടി ഇട്ട് ചൂടാക്കി എടുക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു, നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി അടുത്തായിട്ട് ഇടാൻ പോണത് തക്കാളിയാണ്. കുറച്ച് പുളി, വാളംപുളി നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെക്കണം. അതുകൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ പുളി വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ചൂടാക്കിയ 2 വിസിലടുപ്പിച്ച് വെച്ചിരുന്ന സാമ്പാർ വെന്തിട്ടുണ്ട്. ആ പീസെല്ലാം കൂടെ അതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഇപ്പോൾ റെഡിയാവും. സാമ്പാർ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. മീൻ കട്ട് ചെയ്ത് അതിൻ്റെ തല കട്ട് ചെയ്ത് കളയണം. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കണം. ഇത് നമ്മൾ ഒരു പ്രത്യേക തരത്തിലാണ് ചെയ്യാൻ പോണത്. ഇത് നമ്മൾ മസാലയൊന്നും തേക്കുന്നില്ല. ഇപ്പം മസാല സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി മുളക് പൊടിയും ഇട്ടു, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇച്ചിരി ഫിഷ് മസാല ഇട്ടു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇച്ചിരി വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സാക്കി ഒന്ന് തിളപ്പിക്കാം. ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഓരോരോ മീൻ എടുത്തിട്ട് ഇങ്ങനെ മുക്കുക, തിരിച്ച് മറിച്ച് മുക്കി അങ്ങ് ഇടുക. ഇതേപോലെ തന്നെ തിരിച്ച് മറിച്ചിടുക, മുക്കുക, നേരെ തിരിച്ച് മറിച്ചിട്ട് വെച്ച്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കുമ്പോൾ നേരെ ഒന്ന് മറിച്ചിടുക. അപ്പുറ സൈഡും ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത്രയും മതി നമുക്ക്. ചൂടായതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. അപ്പുറ സൈഡിലൊന്ന് മസാല പിടിക്കാൻ. ഇനി ഞാൻ ഇതിനകത്ത് കിടന്നങ്ങോട്ട് മസാലയ്ക്കകത്ത് കിടന്നങ്ങോട്ട് വെന്തോളും നല്ലോണം. അങ്ങനെ സാമ്പാർ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നല്ല കുറുകി സെറ്റായി. ഇനി മീനും കൂടി ഉള്ളൂ. ഇത് ഏകദേശം ആയി വരുന്നു. നോക്കാം. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവസാനം ഇത് ഈ പരുവത്തിലായി കിട്ടി. അടിപൊളിയാണിത്.